അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തത്തെ കൗണ്ടർ അല്ലേ? അതെ. ഇത് ഇവിടെ കോഴി കുറച്ച് ഇരിപ്പുണ്ട്. ഇത് സംഭവം ഇത് ചെയ്തു വെച്ചേക്കാണോ? ഇത് നമ്മൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ മുമ്പേ ഇതിന് ചെയ്ത് വെക്കും. ഒന്ന് കാണിക്കാമല്ലോ അല്ലേ? ഇത് കണ്ടോ, ഇത് മസാല ഓൾറെഡി പുരട്ടിയ കോഴിയാണ്. എത്ര മണിക്കൂർ മുമ്പ്? ഒരു 4 മണിക്കൂർ മുമ്പ് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. 4 മണിക്കൂർ മുമ്പ് അല്ലേ? ഇത് എന്തൊക്കെ മസാലയാണ് അതിനകത്ത് വരുന്നത്? ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന പറഞ്ഞാൽ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഏകദേശം എല്ലാം മിക്കവാറും ഉള്ള കൂട്ടുകളെല്ലാം നമ്മുടെ എന്നുവെച്ചാൽ ആ ഒരു റിയൽ ടേസ്റ്റ്, അറബിക്കിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ്. കാരണം എല്ലാവരും മുളക് പൊടിയും അല്ലാതെ ഉള്ള സാധനങ്ങളെല്ലാം, അപ്പോൾ അതെല്ലാം മസാല പുരട്ടി അങ്ങ് ചിക്കനിൽ വെച്ചേക്കും കുറേ നേരം ഉള്ളിലോട്ട് കയറി പിടിക്കാം അല്ലേ? ഇനി ഇതിലോട്ട് ചേർക്കണം. നമസ്കാരം, ഞാൻ അജയ്. ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കമ്പിയിൽ കോർക്കുന്നു. അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇത് കുറേ നേരം വെക്കുമല്ലേ? അപ്പോൾ ഗ്രില്ലറിൽ നമ്മൾ എത്ര നേരം വെക്കണം? ഏകദേശം 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഷോവായി മൊത്തം ഒന്ന് പൊത്തി അല്ലേ? അങ്ങനെ കുത്തി വെച്ചു. ഇത് എത്ര നേരം? ഇനി 1.5 മണിക്കൂർ അല്ലേ? 1.5 മണിക്കൂർ. ഒരു 1.5 മണിക്കൂർ ഇത് ഇങ്ങനെ ഇരുന്ന് ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഷവായി റെഡി. അപ്പോൾ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ എന്ത് ഇങ്ങനെ ഉള്ളൊക്കെ തുറന്ന് ഇതാണ് നമ്മുടെ താസ സ്പെഷ്യൽ. നമ്മൾ ഏകദേശം ഒരാഴ്ചയാണുള്ളത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് താസ സ്പെഷ്യൽ. ഞങ്ങളുടെ ഏകദേശം സൗദിയിൽ വർക്ക് ചെയ്ത് നമ്മുടെ ജ്യൂസ് മേക്കറാ. രണ്ടുപേരും നമ്മുടെ ജ്യൂസ് മേക്കറാ. പേര്? എൻ്റെ പേര് ഷാജി. വേണ്ട, സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ചെയ്യാം. ഇത് എന്ത് സിറപ്പ് ആണോ? ഫ്രൂട്ട് സലാഡാണ്. അത് ചെറിയും ഗ്രേപ്സും ആപ്പിളും ഓറഞ്ചും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് എന്ത് ഐസ്ക്രീം? അത് മാംഗോ ഐസ്ക്രീം, സ്ട്രോബെറി, പിസ്ത. ഓക്കെ, ചെറി. ആ ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ടോ? ഫ്രൂട്ട്സിൻ്റെ അല്ലേ? ജ്യൂസും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത്. അത് ടോപ്പ് അപ്പ് തേനാണോ? അല്ല, ഐസ്ക്രീമിൻ്റെ ടോപ്പ് അപ്പാണ്. ഇത് നമ്മളിങ്ങനെ ഓരോന്ന് വെക്കും. ശരിക്കും നല്ല ബോയിങ്ങാ, കുട്ടികൾക്ക് ഇതൊരു കൗതുകം. സൈഡും ബാക്കിയെല്ലാം കൂടി ഫില്ല് ചെയ്യും അല്ലേ? ചെറിയ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അല്ലേ? അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സാലഡും കൂടി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചെറിയ സാധനങ്ങൾ ഇനിയും ഇങ്ങനെ. സാധാരണ ഈ ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികളുണ്ട്. അവരിതങ്ങ് കഴിച്ചോളൂ അല്ലേ? ഫ്രൂട്ട്സും കൂടി പോകും. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സാലഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഉള്ളൊരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്തിക്ക് ഏകദേശം സമയം ഉണ്ടാവും. മന്തിക്ക് 4:30 അവിടെ ടൈം എഴുതി. ഇനി ഒരു 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഷവായിയോ ആവട്ടെ, നമ്മുടെ മന്തി ആവട്ടെ, അതും കൂടി സെറ്റായിട്ട് നമുക്ക് അങ്ങോട്ട് കഴിക്കാതിരിക്കാം എന്താ അല്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ മന്തിയുടെ സ്ഥലത്തോട്ട് പോകും. അതങ്ങ് എടുക്കട്ടെ. അപ്പോൾ ഏകദേശം നമ്മുടെ ടൈമായി. ഇതേ തുറന്നു പോവാ. അത് കോഴിയുടെ ഒരു ഫ്ലേവർ. ഇത് ഇനി അവിടെ വെക്കും. കറക്റ്റാണ്, വെള്ളം എല്ലാം കറക്റ്റായിട്ട് വറ്റി അടിപൊളിയായിട്ട് ഇപ്പുണ്ട്. റൈസ്, അതിൻ്റെ പക്കത്ത് മുളക്, എല്ലാം മസാല ഇങ്ങനെ അടിപൊളിയായിട്ട് ഇപ്പുണ്ട്. പിന്നെ ഇതിനെ ഒന്ന് ഇളക്കണം. അടിപൊളി. അപ്പം എത്ര പേർക്കാണ് എന്നുള്ള രീതിയിൽ? ഇത് റോസ് വാട്ടറോ? കുറച്ച് റോസ് വാട്ടർ. ഇതിപ്പോൾ എനിക്കല്ല, ഇത് എന്ന് പറയാ ശരിക്കും
ഇത് തീരൂല. നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ കഴിക്കാമല്ലോ. എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാം. അങ്ങനെയാ കഴിക്കണം അവിടെ അല്ലേ? വലിയൊരു തളികയിൽ മൊത്തം ഇരുന്ന് ചുറ്റും ഇത് മൊത്തം നിരത്തി ഇതിനകത്ത് ഗാർണിഷ് ചെയ്ത്. ഇത് അല്ലേ, ഇതാണ് നമ്മുടെ മന്തി, കുഴിമന്തി അല്ലേ? അതെ അതെ. ഇതിനെ നമുക്ക് അപ്പുറത്ത് അവിടെ ഇരുന്ന് ഇതിനെല്ലാവരും കൂടെ കൈകാര്യം ചെയ്യല്ലേ. പിന്നെ അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പോയി ഒട്ടും വൈകിക്കണ്ട. മന്ദം വേണ്ട അല്ലേ? അപ്പം തന്നെ നമുക്ക് വരുന്ന കഴിക്കാം. അപ്പോൾ താങ്ക് യു ചേട്ടാ.